Okay, today we are going to do two topics. The first one is halting problem, and the other is recursive and recursively enumerable languages. And with this, our syllabus will be done. Okay, അപ്പോൾ ആദ്യം നമുക്ക് halting problem നോക്കാം. Halting problem, ആ പ്രോബ്ലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ we know what it means. The problem is whether a particular Turing machine M will halt, that is will stop or not. സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിസൈഡ് ചെയ്യാനായിട്ട് ട്യൂറിംഗ് മെഷീനിന് പറ്റുമ്പോഴാണ് ഹോൾട്ട് ചെയ്യുന്നത്. എന്നാൽ പാർഷ്യലി ഡിസൈഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കേസ് ഡിസൈഡ് ചെയ്യാൻ പറ്റും, മറ്റ് കേസുകൾ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു സ്ട്രിങ്ങിനെ റിജക്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ കേസസ് പാർഷ്യലി ഡിസൈഡ്. Okay, and in some cases we cannot say that it is decidable at all, so it is not decidable. Okay, അതിൻ്റെ ഒരു ഫോമാണ് ഈ halting problem എന്ന് പറയും. Okay, so now first let's look at the definition of the halting problem. Given a Turing machine N and an input string W, determine whether M halts on W or runs forever. എന്നുവെച്ചാൽ നിർത്താതെ ഇങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ലൂപ്പായിട്ട് പോവാണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ഫോർമലി ഇതേ സ്റ്റേറ്റ്മെന്റ് ഫോർമലി ഇൻപുട്ട് എം കോമ ഡബ്ല്യു എന്നും ക്വസ്റ്റ്യൻ ഡസ് ദാറ്റ് ഇസ് വാട്ട് ദിസ് ട്യൂറിംഗ് മെഷീൻ ഹാസ് ടു ഡിസൈഡ് ഇസ് വെദർ ഇറ്റ് വിൽ ഹോൾട്ട് ഓൺ ഡബ്ല്യു ഓർ നോട്ട്. Okay, notation halt is equal to, that is the halting problem is equal to m comma w such that m halts on input w. Okay, ഇതെല്ലാം different ways of representing the halting problem. Okay, now this is an important question in computability theorem. എന്നുവെച്ചാൽ നമ്മൾ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടി, നമ്മൾ അതിൻ്റെ കോഡ് എഴുതി അത് കമ്പ്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നറിഞ്ഞാലല്ലേ ആ അൽഗോറിതം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്താണ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ കമ്പ്യൂട്ടബിലിറ്റി തിയറി. ഇഫ് ഡിസൈഡബിൾ, could this, that is if we can predict whether a Turing machine will halt or not on a particular input, then we can predict whether the program will terminate on all on different types of input. But the halting problem Turing prove ചെയ്തത് it is that the halting problem is undecidable. ഒരു ട്യൂറിംഗ് മെഷീൻ നമുക്കുണ്ട്. ആ ട്യൂറിംഗ് മെഷീനിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ഇൻപുട്ടിൽ ആ ട്യൂറിംഗ് മെഷീൻ ഹോൾട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് പ്രീവിയസ് ആയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് നമ്മൾ, ദാറ്റ് ഇസ് ദ ഹോൾട്ടിംഗ് പ്രോബ്ലം ഇസ് അൺഡിസൈഡബിൾ എന്നാണ് ട്യൂറിംഗ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ പ്രൂഫ് ഷോർട്ട്ലി. Okay, so what is the intuition behind this proof? Okay, there might be programs, okay, which can be represented using Turing machine, which enters into indefinite loops for particular inputs. Okay, so we cannot predict in general whether a particular input will give, whether a particular program will terminate or not. There can be inputs on which the program does not terminate and will enter into indefinite loop. Okay, so അതാണ് ട്യൂറിംഗ് പ്രൂവ് ചെയ്തിരിക്കുന്ന ഹോൾട്ടിംഗ് പ്രോബ്ലം വെച്ചിട്ടാണ് ആ എല്ലാ പ്രോഗ്രാംസും എല്ലാ ഇൻപുട്ടിലും ടെർമിനേറ്റ് ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്. Okay, so now let's look at statement of undecidability. Okay, so we have, by contradiction ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് that the halting problem is undecidable. Okay, so the claim is that there is no Turing machine H that decides halt. എന്നുവെച്ചാൽ അൺഡിസൈഡബിൾ ആണ് എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ദാറ്റ് ഒരു ട്യൂറിംഗ് മെഷീൻ എച്ച് ഹോൾട്ട് ചെയ്യും എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ക്ലെയിം. Okay,
So suppose for contradiction, we are assuming that there is an H, that is H exists, that decides halt. Okay, so Hൽ എന്തുവാ ചെയ്യുന്നത്? നമ്മുടെ ക്ലെയിം ട്യൂറിംഗ് ക്ലെയിം ചെയ്തിരിക്കുന്നത് there is no Turing machine that can decide halt all the time. Okay, so നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് അതിന്റെ കോൺട്രഡിക്ഷൻ that there is an H and that H on input M holds on W ആണെങ്കിൽ, that is for all input W, M holds ആണെങ്കിൽ yes. So that means there is a Turing machine that will halt on all inputs എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. And no if M runs for ever. So ഇതാണ് ക്ലെയിം. ട്യൂറിങ്ങിന്റെ ക്ലെയിം is that അങ്ങനെ ഒരു ട്യൂറിംഗ് മെഷീൻ ഇല്ല. അപ്പൊ കോൺട്രഡിക്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യുന്നത് is that there is the Turing machine that can always decide whether it will halt, that it can always decide halt. Okay, അങ്ങനെയാണെങ്കിൽ my statement is that H M comma W is equal to yes if M holds on W and no if M runs forever on W. Okay, now we are going to ഇവിടെ start ചെയ്തിട്ട് we are going to show the contradiction of the statement. Okay, first step, assume that H exists. So let H be a Turing machine that decides halt. That our statement ആണ് yes if M holds on W, no if M does not halt on W. Okay, now construct a new Turing machine D as follows. D does the opposite of what M does. Okay, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? നോ ഇഫ് എം ഹോൾഡ്സ് ഓൺ ഡബ്ല്യു ആൻഡ് യെസ് ഇഫ് എം ഡസ് നോട്ട് ഹോൾഡ് ഓൺ ഡബ്ല്യു എന്ന് വരണം. Okay, so look, step 2 is define D, and this D does the opposite of H on input M, which is the encoding of the Turing machine. Run H M comma M. If H says, that is M എന്ന് പറയുന്ന ട്യൂറിംഗ് മെഷീനിൽ എച്ചിന് ഞാൻ M എന്ന് പറയുന്ന ട്യൂറിംഗ് മെഷീൻ ഇൻപുട്ട് M ആയിട്ട് കൊടുക്കുക. സോ ഇഫ് എച്ച് സേസ് യെസ്, M holds on M. Okay, that is if H is saying yes, or H നമ്മുടെ നേരത്തെ ട്യൂറിംഗ് മെഷീൻ ആണ്, യെസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ട്യൂറിംഗ് മെഷീനിൽ എന്തോ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് M will hold on M എന്നാണല്ലോ അസ്യൂം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിയുടെ കേസിൽ അത് ഓപ്പോസിറ്റാണ്. സോ ഇഫ് M holds on M, then D will loop forever. Else M does not hold on M. അപ്പം നേരത്തെ എച്ചിന്റെ കേസിൽ അത് ലൂപ്പ് ഫോർ എവർ ആയിരുന്നു, ഇവിടെ ഡിയുടെ കേസിൽ അത് ഹോൾഡ് ചെയ്യും. സോ ഓപ്പോസിറ്റ്സ് ട്രൂ ആണ് എന്നുള്ളതാണ് ഡിഫൈനിങ് ഡിയിൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഷോ ദ കോൺട്രഡിക്ഷൻ. ഡയഗണൽ ആർഗ്യുമെന്റ് ആണ്. ദിസ് ഇസ് എ ഡയഗണൽ ആർഗ്യുമെന്റ്. കൺസിഡർ ഡി ഓഫ് ഡി. അപ്പൊ നമ്മൾ എന്തോ അസ്യൂം ചെയ്തിരിക്കുന്നത് ഇവിടെ on input M ആണെങ്കിൽ H M comma M, H says yes if M holds on M എന്നാണ്. സോ ഇത് D ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ H D comma D. If D says yes, then D holds on D എന്നാണല്ലോ, and that loops forever എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ H D comma D is equal to yes and D loops forever. H D comma D is equal to no ആണെങ്കിൽ D holds. പക്ഷെ അന്നേരം ഇവിടെ ഡിയിൽ ഇതൊരു കോൺട്രഡിക്ഷൻ. ഡി ഹോൾഡ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡസ് നോട്ട് ഹോൾഡ് എന്നല്ലേ വന്നിരിക്കുന്നത്. ഡി ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡി കൊമ ഡി നോ ആണ് പറയുന്നതെങ്കിൽ എച്ചിൽ ഡി കൊമ ഡി നോ ആണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഡി ഹോൾഡ്സ് ഓൺലി ഇഫ് ഡി ഡസ് നോട്ട് ഹോൾഡ്, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ, ആൻഡ് ദെയർഫോർ വി കൺക്ലൂഡ് ദാറ്റ് എച്ച് കനോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എച്ച് എക്സിസ്റ്റ് എന്നാണ്. എച്ച് എക്സിസ്റ്റ് ആണെങ്കിൽ എമ്മും ഡബ്ല്യൂയും നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പം യെസ് ഇഫ് എം ഹോൾഡ്സ് ഓൺ ഡബ്ല്യൂ ആൻഡ് നോ ഇഫ് എം ഡസ് നോട്ട് ഹോൾഡ് ഓൺ ഡബ്ല്യൂ. ദെൻ വി ആർ അസ്യൂമിങ്, വി ആർ കൺസ്ട്രക്ടിങ് എ ന്യൂ ട്യൂറിംഗ് മെഷീൻ ഡി. ഓക്കെ, ആൻഡ് ഡി ഷുഡ് ഡു ദ ഓപ്പോസിറ്റ് ഓഫ് എം കൊമ ഡബ്ല്യൂ. ഓക്കെ, സോ എച്ചില് നമ്മൾ എച്ചില് എം കൊമ എം ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എച്ചിൽ എം കൊമ എം ചെയ്യുമ്പം ഡിയിൽ അതെന്തുവാ ചെയ്യുന്നത്? ഇറ്റ് ഇസ് സെയിം എച്ച് വിൽ സേ
H is supposed to say yes when M holds on M. പക്ഷേ the D will give the opposite answer, loop forever. Okay, and when else കേസിൽ H M does not hold on M ആണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ it is loop forever in H, but D യിൽ halt ആണ്. Okay, എന്നിട്ട് we are saying that this is a contradiction because if M ഈ M ന്റെ സ്ഥാനത്ത് നമ്മൾ ഡ്യൂറിങ് മെഷീൻ ഡി ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതെന്തോ പറയുന്നത് H D, D is equal to if D says yes then D holds on D and that loops forever. അപ്പോൾ ഇറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഹോൾട്ട് ചെയ്താൽ ലൂപ്പ് ചെയ്യും, ഹോൾട്ട് ചെയ്തില്ലെങ്കിൽ ഹോൾട്ട് ചെയ്യും, ദാറ്റ് ഇസ് ലൂപ്പ് ചെയ്താൽ ലൂപ്പ് ഫോർ എവർ ചെയ്താൽ ഹോൾട്ട് ചെയ്യും എന്നാണ്. കോൺട്രഡിക്ഷൻ ആണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. സിൻസ് ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ, ഡി ഹോൾഡ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡസ് നോട്ട് ഹോൾട്ട് എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ സച്ച് ആൻഡ് എച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഫസ്റ്റ് അസംഷൻ ദാറ്റ് എച്ച് എക്സിസ്റ്റ് എന്നുള്ളത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഈ ഡി എന്ന് പറയുന്നത് എച്ചിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡിയിലേക്ക് ഡി തന്നെ ഇൻപുട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് എ കോൺട്രഡിക്ഷൻ എന്നാണ് കാണിക്കുന്നത്. ദാറ്റ് ഇസ് ദി ഡയഗണൽ ആർഗ്യുമെന്റ്. ഓക്കെ, therefore the halting problem is undecidable. There is no general algorithm to predict the termination of all Turing machines. എല്ലാ അൽഗോറിതവും ഹോൾട്ട് ചെയ്യും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ജനറൽ അൽഗോറിതം ഇല്ല. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ഫണ്ടമെന്റൽ ലിമിറ്റ് ഓഫ് കമ്പ്യൂട്ടേഷൻ തിയറി. ഓക്കെ, ഹോൾട്ടിംഗ് പ്രോബ്ലം ഈസ് അൺഡിസൈഡബിൾ എന്നാണ് നമ്മൾ കാണിക്കുന്നത്. സോ ദിസ് ഇസ് ദ halting problem. The next topic is recursive and recursively enumerable languages. Recursive and recursively enumerable languages. First we will look at recursive languages. അത് R ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റിക്കർസിവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസിനെ RE ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, so let's look at the definition. A language L which is a subset of sigma star is recursive. That is, recursive എന്ന് പറയുമ്പോൾ decidable ആണ് if there exists a Turing machine such that for every string W which is an element of sigma star, M holds and accepts if W is an element of L. That means ആ ലാംഗ്വേജിൽ വരുന്നതാണെങ്കിൽ M ഹോൾഡ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ഇഫ് the language that is reject ആണ് ചെയ്യുന്നതെങ്കിലും M ഹോൾഡ് ചെയ്യും എന്നെങ്കിലല്ലേ ഡിസൈഡബിൾ ആകത്തുള്ളൂ. M holds and rejects if W is not an element of L. So Lന്റെ അകത്തുള്ള ഏത് സ്ട്രിങ്ങിനെയും അക്സെപ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യും. ഇനി Lന്റെ അകത്തുള്ള സ്ട്രിങ് അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യും. സോ ഏത് കേസ് ആണെങ്കിലും M ഹോൾഡ് ചെയ്യും. അങ്ങനത്തെ കേസുകളാണ് ഡിസൈഡബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വി ആർ ഗോയിങ് ടു സീ പാർഷ്യലി ഡിസൈഡബിൾ. അത് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ എന്തോ കണ്ടിരിക്കുന്നത് റിക്കേഴ്സീവ് ലാംഗ്വേജസ് ആർ ഡിസൈഡബിൾ. ദാറ്റ് മീൻസ് ദർ ഇസ് എ ട്യൂറിംഗ് മെഷീൻ which can take strings W and tell me whether that string is an element of the language L or not an element of a language L. ഏത് കേസ് ആണെങ്കിലും ഒന്നെങ്കിൽ യെസ് എന്ന് പറയും അല്ലെങ്കിൽ നോ എന്ന് പറയും, ഹോൾട്ട് ചെയ്യും, ഡിസൈഡ് ചെയ്ത് തരും. സോ ഓൾ ഇൻപുട്സ് lead to a halt condition. That is a decidable Turing machine or a decidable algorithm. Okay, so the key point is that recursive languages, the Turing machine always holds for all inputs, whether it is in the language or not in the language. And the notation is L is an element of recursive languages. That language L is an element of recursive languages if it is satisfying this condition. It holds always. Okay, now recursively enumerable languages, അത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? RE ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Again, it is similar to the previous definition with one difference. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഈ ലാംഗ്വേജിലേക്ക്
അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഹോൾട്ടിങ് ആൻഡ് റിജക്റ്റിംഗ് ഇറ്റ് റൺസ് ഫോർ റിജക്റ്റ് ചെയ്യും, മേ ഓർ മേ നോട്ട് റിജക്ട്, ഓർ ഇറ്റ് വിൽ റൺ ഫോർ എവർ. അപ്പൊ നമുക്ക് ഇത് പാർഷ്യലി ഡിസൈഡബിൾ ആണ്. ഇറ്റ് ഡിസൈഡ്സ് ഓൺ അക്സെപ്റ്റിംഗ് സ്ട്രിങ്സ് ബട്ട് cannot decide on നോൺ അക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് സ്ട്രിങ്സ്. ഓക്കെ, സോ നമുക്ക് ഡെഫിനേഷൻ വായിക്കാം. A language L which is a subset of sigma star is recursively enumerable if there exists a Turing machine M such that for every W which is an element of L, that means if the string belongs to L, M holds and accepts. Okay, that is the idea. But for every W which is not an element of L, L may reject or run forever. Okay, so may halt and reject or run forever. Appa adu decided alla. So this is partially decidable. So the key point is here that the Turing machine for a recursively enumerable language may not halt for strings not in the language. And adinte notation aanu L is an element of RE. അപ്പോൾ റിക്കേഴ്സീവ് ലാംഗ്വേജസിൽ ഡിസൈഡബിൾ ആണ്, റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസിൽ പാർഷ്യലി ഡിസൈഡബിൾ അല്ലെങ്കിൽ നോട്ട് ഡിസൈഡബിൾ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ എവറി റിക്കേഴ്സീവ് ലാംഗ്വേജ് ഈസ് റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ. കാരണം ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട്. Okay, so recursive languages are all a subset of recursively enumerable languages, but not every recursively enumerable language is recursive. So recursive languages are a subset of recursively enumerable languages. Recursive languages have got a Turing machine that decides whether a string belongs or does not belong to the language, but recursively enumerable languages has a Turing machine that recognizes the strings of the language but may or may not reject strings which are not part of the language. Idana recursively enumerable and recursive languages in the difference. We are just going to look at an example. Let L is equal to W is an element of A comma B star such that W has even number of A's. Okay, so TM and the Turing machine scans the inputs and counts A's, and it always holds and accepts or rejects. Okay, okay, so even number of A's on accept odd number of A's on reject the halt. This is a decidable language and it is recursive. Okay, in algorithm Turing machine. Okay, and recursively enumerable but not recursive. And all of this. Another example, let L is the halting problem. L is equal to M comma W such that M halts on W. This is the halting problem. TM can accept it, M halts on W, but Turing machine might run forever if M does not halt. So it is recursive but not recursively. Sorry, it is recursively enumerable but not recursive. Okay, so reject cheyumbo halt cheyanam ennu nirbandham illa. Okay, so recursive languages are decidable, recursively enumerable languages are semi-decidable or partially decidable. And with this, we are completing the syllabus. ട്യൂട്ടോറിയൽ ഞാൻ നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് വിത്ത് ആൻസേഴ്സ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക.